أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين. وتالله لأكيدن أصنامكم بعد أن تولوا مدبرين. فجعلهم جذاذا إلا كبيرا لهم لعلهم إليه يرجعون. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. قالوا سمعنا فتى يذكرهم يقال له إبراهيم. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അംബിയയിലെ 56 മുതൽ 60 കൂടി 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين. قال, അദ്ദേഹം പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, ബൽ എന്നാൽ, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്, റബ്ബുസ് സമാവാതി വൽ അർളി ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്. അല്ലദീ ഫതറഹുന്ന അവയെ സൃഷ്ടിച്ചവനാണവൻ, അവനാണ് അവയെ സൃഷ്ടിച്ചത്. വ അന ഞാനാകട്ടെ അലാ ദാലിക്കും അക്കാര്യത്തിൽ മിനശാഹിദീൻ സാക്ഷിയുമാണ്, ഞാൻ ആ കാര്യത്തിൽ സാക്ഷിയുമാണ്. വതല്ലാഹി അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ്. ല അകീദന്ന അസ്നാമക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കും. ല അകീദന്ന തീർച്ചയായും ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കും. അസ്നാമക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ. ബഅദൻ തുവല്ലു മുദ്ബിരീൻ നിങ്ങൾ പിന്തിരിഞ്ഞു പോയ ശേഷം, നിങ്ങൾ പിന്തിരിഞ്ഞു പോയ ശേഷം. ഫജഅലഹും അങ്ങനെ അദ്ദേഹം അവയെയാക്കി ജുദാദൻ കഷ്ണങ്ങൾ, അദ്ദേഹം അവയെ കഷ്ണങ്ങളാക്കി. ഇല്ലാ കബീറല്ലഹും അവയിൽ വലുതിനെ ഒഴിച്ച്, ആ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വലുതിനെ ഒഴിവാക്കിയിട്ട്. ലഅല്ലഹും ഇലൈഹി യർജിഊൻ അവർക്ക് അതിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ വേണ്ടി, അവർക്ക് അതിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാൻ വേണ്ടി. ഖാലു അവർ പരസ്പരം ചോദിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു, മൻ ഫഅല ഹാദാ ബി ആലിഹത്തിന ആരാണ് നമ്മുടെ ആരാധ്യന്മാരോട് ഇങ്ങനെ ചെയ്തത്, ആരാണ് നമ്മുടെ ആരാധ്യരോട് ഇങ്ങനെ ചെയ്തത്. ഇന്നഹു ലമിനൽ ളാലിമീൻ തീർച്ചയായും അവൻ അക്രമികളിൽപ്പെട്ടവനാണ്, തീർച്ചയായും അവൻ അക്രമികളിൽപ്പെട്ടവനാണ്. ഖാലു അപ്പോൾ അവർ പറഞ്ഞു, അഥവാ അവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ പറഞ്ഞു, സമിഅന ഫതൻ ഞങ്ങൾ ഒരു യുവാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സമിഅന ഫതൻ ഞങ്ങൾ യുവാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യദ്കുറുഹും അവയെ സംബന്ധിച്ച് പറയുന്ന, ഈ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു. യുഖാലു ലഹു ഇബ്രാഹിം അയാളെ ഇബ്രാഹിം എന്നാണ് പറയുന്നത്. ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിന് പേർ വിളിക്കുന്നത് എന്നുകൂടി ആ ആളുകൾ അവിടെ കൂടിയവരോട് പറയുകയുണ്ടായി. കഴിഞ്ഞ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് അള്ളാഹു തൻ്റെ ഇടം നേരത്തെ നൽകിയെന്നും അദ്ദേഹം ജനങ്ങളുമായി സംസാരിക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവർ ഞങ്ങളോട് കളിയാക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ പിതാമഹന്മാർ ആരാധിച്ച ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സന്ദേശം. അഥവാ അവരൊരു നിലക്കും
യുക്തിബോധമുള്ളവരായിരുന്നില്ല. അവർ കാര്യങ്ങളുടെ ഗൗരവത്തിലേക്ക് അടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് അള്ളാഹിൻ്റെ റസൂൽ വീണ്ടും പറഞ്ഞു നോക്കി. അദ്ദേഹം പറഞ്ഞു, ബൽ റബ്ബുക്കും റബ്ബുസ് സമാവാത്തി വൽ അർളി അല്ലദീ ഫതറഹുന്ന വാന അലാ ദാലിക്കും മിന ഷാഹിദീൻ. നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയെയും സൃഷ്ടിച്ചിട്ടുള്ള രക്ഷിതാവാണ്, ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി. പക്ഷേ എന്നിട്ടൊന്നും അവരാ കാര്യം അഥവാ ഈ ദൈവത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും ദൈവത്തിലേക്ക് മടങ്ങാനും തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ മനസ്സിലുള്ള ആ ആരാധനയുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവർ പിരിഞ്ഞു പോവുകയും ഒരു ഉത്സവത്തിന് വേണ്ടി ആ നാട്ടുകാരൊക്കെ ചെല്ലുകയും ചെയ്തപ്പോൾ അദ്ദേഹം ദുർബലരായ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചു, വത്തല്ലാഹി, അള്ളാഹുവാണ്, ലാക്കി തന്നെ അസ്സുനാമക്കും, ഞാൻ നിങ്ങളുടെ വിഗ്രഹത്തോട് ഞാനിത് ഒരു തന്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ്. ബൈദാൻ തുവല്ലു മുദ്ബിരീൻ, നിങ്ങൾ പിന്തിരിഞ്ഞു പോയ ശേഷം. ഇവർക്കൊരു പതിവുണ്ടായിരുന്നു ആ നാട്ടുകാർക്ക്. അവർ ഉത്സവത്തിനൊക്കെ പോയാൽ അദ്ദേഹം ഇവർ പോയി വരുന്ന സമയത്ത് വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് വന്ന് അതിനെ സാഷ്ടാംഗം നമിച്ച് അതിന് ശേഷമാണ് അവർ പോകാറുള്ളത്. ആഹാരപദാർത്ഥങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാണ് അവർ പോകാറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിൻ്റെ മുമ്പത്തെ ദിവസം തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പക്ഷേ അസുഖമാവാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആസിർ അദ്ദേഹത്തെ നിർബന്ധമായും ഈ ഉത്സവത്തിന് കൊണ്ടുപോകുന്നുണ്ട്. വഴിയിൽ വെച്ച് അദ്ദേഹം എനിക്ക് അനസഖൈമുൻ, ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുന്നുണ്ട്. ആ രോഗമെന്ന് പറയുന്നത് മരീദുൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് കാണുന്ന രൂപത്തിലുള്ള അസുഖമാണെങ്കിൽ മനസ്സുണ്ടാകുന്ന പ്രയാസങ്ങളും അതുപോലുള്ള വിഷമങ്ങളുമൊക്കെ സഖൈം എന്ന് പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ് അവരെല്ലാവരും പോയി, വത്തല്ലാഹി ലാക്കി തന്നെ അസ്നാമക്കും ബായതാന്തു വല്ലോ മുദ്ബിരീൻ, നിങ്ങൾ പോയ ശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ കൂടിയവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹം അവിടെ വെച്ച് പറയണം. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നത്, ഈ വിഗ്രഹങ്ങൾ 70ഓളം ഉണ്ട് എന്നും അവയുടെ കവാടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു വിഗ്രഹം വേറിട്ട് സ്വർണത്താൽ തീർത്തതായി അവിടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം കഷ്ണിക്കുന്നത് മറ്റുള്ള വിഗ്രഹങ്ങളായിരുന്നു എന്നും സ്വർണത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ തലയിൽ അഥവാ കഴുത്തിൽ അദ്ദേഹം കോടാലി കെട്ടിത്തൂക്കുകയാണ് ചെയ്തതെന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഫജാലഹും ജുദാദൻ ഇല്ലാ കബീറലഹും, അവരിൽ വലിയവനെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹം കഷ്ണം കഷ്ണമാക്കി. ലാലഹും ഇലൈഹി അർജുൻ, അവർക്ക് അവൻ്റെ അടുക്കിലേക്ക് വരാൻ വേണ്ടി. കാരണം ഒരു കോടാലിയുമായിട്ടൊരു ബിംബം ഇരിക്കുന്ന സമയത്ത് ഒരല്പം തലയിൽ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആളോട് ചോദിക്കുമല്ലോ, എന്തിനെങ്കിലും കഴിവുള്ള ആളാണെങ്കിൽ ഈ വിഗ്രഹങ്ങളൊക്കെ ആരങ്ങനെ ചെയ്തത്, എൻ്റെ കഴുത്തിലാണല്ലോ കോടാലി എന്ന് ചോദിക്കൂലേ. വിഗ്രഹങ്ങൾ ദൈവങ്ങളുടെ സ്ഥാനത്താണ് എന്നാണല്ലോ അവരുടെ നിഗമനം. അതിന് വേണ്ടിയിട്ടാവാം അദ്ദേഹം ആ വലിയവൻ്റെ കഴുത്തിൽ കോടാലി കെട്ടിത്തൂക്കി അദ്ദേഹം പോവുകയും അവിടെ നിന്ന് മാറുകയും ചെയ്തത്. അവരെല്ലാവരും എല്ലാ കാലത്തെ പോലെ തന്നെ ഉത്സവമൊക്കെ കഴിഞ്ഞ് വിഗ്രഹങ്ങളെ കണ്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത്. ഫജാലഹും ജുദാദൻ ഇല്ലാ കബീറലഹും, വലിയവനെ വെച്ച് ബാക്കിയുള്ളതിനൊക്കെ അദ്ദേഹം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അവർക്ക് ലാലവും ഇലേഹി അർജുൻ, അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് കാലു. എന്നിട്ട് അവർ പരസ്പരം ചോദിക്കുന്നതാണ്, മം ഫാല ഹാദാബി ആലിഹത്തിന, നമ്മുടെ ഇലാഹിനോട് ആരാണ്, ഇലാഹുകളോട് ആരാണ് ഇങ്ങനെ ചെയ്തത്? ഇന്നഹുലമിന വാലിമീൻ, തീർച്ചയായും അവൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെയാണ്. ഒരു സംശയമില്ല, ഇത്രയും ചെയ്തയാൾ അക്രമി തന്നെയാവണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ആലോചിക്കുക. അവിടെ വിഗ്രഹത്തിനെതിരെ സംസാരിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടായില്ല. അവർ തന്നെ പറയാണ്, കാലു സമേന ഫത്തൻ യദ്കുറുഹും, ഇവയെ സംബന്ധിച്ച് പറയുന്ന ഒരാളെ പറ്റി
ഒരു യുവാവുണ്ട്, അയാളെ സംബന്ധിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഒരു യുവാവ് മാത്രമേ ഇവയെ സംബന്ധിച്ച് സംസാരിക്കാറുള്ളൂ. യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഇബ്രാഹിം നബിയാണ് അത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹം ഇത് ചെയ്തത് ഇവരില്ലാത്ത സമയത്താണ് എങ്കിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലാതെ വേറെ ആരും വിഗ്രഹത്തിനോട് ഇങ്ങനെ ചെയ്യില്ല എന്ന് ആൾക്കാർക്കറിയാം. എന്നാലെങ്കിലും അവർ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും എണ്ണത്തെ വെട്ടി നുറുക്കിയിട്ട് വലിയ ആൾ കോടാലിയുമായി ഇവിടെ നിൽക്കുമ്പോൾ ഒന്നും തടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നും ഈ വിഗ്രഹങ്ങളൊക്കെ തന്നെയും സ്വന്തത്തെ പോലും തടുക്കാൻ പറ്റാത്തവയാണ് എന്നും അവർക്ക് ഉള്ളിലൊരു ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തത്. കാരണം തത്വങ്ങൾ പ്രസംഗിച്ചതുകൊണ്ടോ കാര്യങ്ങൾ മനുഷ്യന് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തതുകൊണ്ടോ അവർക്ക് യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല. പിന്നെ അവരുടെ ബുദ്ധിയിലേക്ക് എന്തെങ്കിലും തിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. അങ്ങനെ അവർ മടങ്ങി വരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാത്രമാണ് ഇങ്ങനെ പറയാറുള്ളത് എന്ന രൂപത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുക. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിമിനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.